Day 40 making 1 crore with 1 lakh. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ലാസ്റ്റ് 5 ഡേയ്സിലത്തെ പി എൻ എൽ ആണിത്. ലാസ്റ്റ് ഡേ 36 മുതൽ ഡേ 40 വരെയുള്ള പി എൻ എൽ റിപ്പോർട്ടാണ്. ഡേ 36 നമ്മൾ 6147.57 നെറ്റ് ലോസിലാണ്. ഡേ 37 608 രൂപ ലോസിലാണ്. ഡേ 38 നോക്കുകയാണെങ്കിൽ 1761 രൂപ ലോസിലാണ്. ഡേ 39 4091 രൂപ ലോസിലാണ്. ഡേ 40 നമുക്ക് 3957 രൂപ ലോസിലാണ് നമ്മൾ എൻ്റെ. ഈ ലാസ്റ്റ് ഡേ 36 മുതൽ 40 വരെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 ഡേയ്സും നമ്മൾ ഫുൾ ലോസിലാണ് നമ്മൾക്ക് ഡേ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അതൊരു ഫെയിലിയർ ആയിട്ട് നമുക്ക് ഉണ്ടായത്. നമ്മൾ ഇതിൽ ജനുവരിയും അതേമാതിരി ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് വരെ ഇതിൽ ട്രൈ ചെയ്തിരുന്ന സിസ്റ്റം നമ്മളൊന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു പുതിയ സിസ്റ്റം ട്രൈ ചെയ്ത് നോക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലോസ് നമുക്ക് വന്നത്. അപ്പോൾ നോക്കിയാൽ ഡേ 36 മുതൽ ഡേ 40 വരെ നമുക്ക് ടോട്ടൽ 16,566 രൂപ നെറ്റ് ലോസിലാണ് നമുക്ക് എൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ ജനുവരിയിലും അതേമാതിരി ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ട്രൈ ചെയ്ത സിസ്റ്റം നമ്മൾ വേറൊരു ബ്രോക്കറിൽ ബാക്കപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ഡാറ്റ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഡാറ്റയാണിത്. ഏകദേശം 15,357 രൂപ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലായിരുന്നു. നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന സിസ്റ്റം ജനുവരിയിലൊക്കെ ചെയ്തിരുന്ന സിസ്റ്റം അതിൽ 5,000 രൂപ ചാർജ് പോയാൽ ഏകദേശം 10,100 രൂപ പ്രോഫിറ്റിലായിരുന്നു നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മളൊരു പുതിയ സിസ്റ്റം ട്രൈ ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ ഈ ബ്രോക്കറിൽ വേറെ സിസ്റ്റം ട്രൈ ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും ലോസ് ഈ ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഡേ 41 മുതൽ നമ്മൾ നോർമൽ ബാക്ക് ടു പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ട്രേഡിംഗ് തുടങ്ങിയത്. സോ ഇതൊരു ചെറിയ ഡ്രോ ഡൗൺ ആയിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും ഈ ചലഞ്ച് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുകയാണ്. സോ നമുക്ക് ടോട്ടൽ പി എൻ എൽ ഇപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയും. ടോട്ടൽ നമ്മൾ നെറ്റ് ലോസിലാണ്. ഡേ 14 നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ 7,735 രൂപ നെറ്റ് ലോസിലാണ് നമ്മൾ എൻഡ് ചെയ്തത്. ഇനി ബാലൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 1,07,735 ആണെങ്കിൽ ബാക്കിയുള്ളത്. കാരണം ഈ ഒരു ലോസും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ബാലൻസ് വെച്ച് വരുന്നത്. അപ്പോൾ ഡേ 41 മുതൽ നമ്മൾ ജനുവരിയിൽ യൂസ് ചെയ്ത അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ വീണ്ടും ഈ ചലഞ്ചിക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സോ ഡേ 1 മുതൽ ഡേ 40 വരെയുള്ള വെരിഫൈഡ് പി എൻ എൽ നമ്മുടെ ബയോ പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഈ ചലഞ്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.